സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പൊ വിഷയം ഇവിടെ കാളി കത്തിക്കുകയാണ്. കേരളത്തിൽ എങ്ങനെയായാലും ജാതീയമായ വിദ്വേഷം കൊണ്ട് ഇവരിത് നശിപ്പിക്കും, കുളം തോണ്ടും. കേരളം, അതായത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതിനകം വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പരുവം ഇവിടെ ഉണ്ടാക്കണം. അതിനു വേണ്ടി ഏതെല്ലാം ചീഞ്ഞ് നാറിയ പ്രവൃത്തികൾ ചെയ്യും, അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു വാഹന കള്ളക്കടത്ത് സംഘം, രാജ്യദ്രോഹം, പിന്നെ കഞ്ചാവ് കടത്ത്, പിന്നെ സ്വർണ്ണക്കടത്ത്, അങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തി കേരളത്തിലെ 2 വലിയ നടന്മാരുടെ മക്കളെ പെടുത്തിയിരിക്കുകയാണ്. അതെന്നിട്ട് അത് ഒരു കമ്മീഷണർ, കസ്റ്റംസിന്റെ ഒരു കമ്മീഷണർ, വലിയ കമ്മീഷണറാണ്. അയാള് സത്യസന്ധനാണ്, അയാള് ആദർശനിഷ്ഠയുള്ളതാണ്. ആര് പറഞ്ഞാലും അയാൾ കേൾക്കൂല. സത്യസന്ധമായിട്ട് അയാൾ ജോലി ചെയ്യുന്ന ആളാണ്. അയാളെ കൂടെ ജോലി ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു ചെറ്റ അവൻ വന്നിരുന്ന് പറയാണ്, വെറുതെ അങ്ങ് പറയാണ്, ഇത് കള്ളക്കടത്തി കൊണ്ടുവന്നാണ്. 2020 രജിസ്റ്റർ ചെയ്താണ്. ദുൽഖറിന്റെയും പൃഥ്വിയുടെയൊക്കെ പേരിലുള്ള കാറുകളാണ്. അവിടെ ഡൽഹിയില് കേരളത്തിന്റെ മഹാനടന്മാര്, ഒന്ന് മമ്മൂട്ടി, ഒന്ന് മോഹൻലാലിന് അവിടെ അവാർഡ് കൊടുക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പരമോന്നത ബഹുമതി കൊടുക്കുകയാണ്, ഫാൽക്കെ അവാർഡ്. കേരളത്തില് മമ്മൂട്ടിയുടെ വീട്ടില് കസ്റ്റംസ് റെയ്ഡ് ചെയ്യുകയാണ്. അപ്പൊ ഇതൊക്കെ ചുമ്മാ യാദൃച്ഛികമായ സംഭവങ്ങളൊന്നും അല്ല. ഇതൊക്കെ വെറുതെ പിന്നെ യാദൃച്ഛികമാണെന്ന് അവർ വരുത്തി തീർക്കുന്നതാണ്. ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. എല്ലാവരും അവര് ഒരു സന്ദേശം കൊടുക്കുകയാണ്. അതായത്, ഞങ്ങളെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് എന്തും ഞങ്ങൾ നൽകും. ഞങ്ങളെ മുട്ടാനാണ് ഭാവമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. നിങ്ങളെ എന്തും ചെയ്യും, ഏത് രീതിയിലും പൂട്ടും. അപ്പൊ അതൊരു സന്ദേശമാണ്. എന്തായാലും ശരി, നമ്മളെല്ലാം കേരളക്കാരാണ്. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വവും നമ്മുടേതായ പാരമ്പര്യമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഇനി ഏത് വടക്കേ ഇന്ത്യൻ ഗോസ്വാമി വിചാരിച്ചാലും നമ്മളെ ഒന്നും ഒരു ചുക്കവനൊന്നും ചെയ്യില്ല. അത് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് അതിനുള്ള പിന്നെ തൻ്റെ ഇടവും കഴിവും നമുക്ക് ഉണ്ടാവട്ടെ. പിന്നെ പറഞ്ഞു വരുന്നത്, ഈ തെണ്ടി, ഈ ചെറ്റയായ ഈ കസ്റ്റംസ് ഓഫീസർ എന്ന് പറയുന്നവൻ, യവൻ വന്നിട്ട് 2000 മുമ്പേ പിന്നെ ഇന്ത്യയിൽ വന്ന വണ്ടികളാണ്. എവിടെ നിന്ന് വന്നു? ഭൂട്ടാനിൽ നിന്ന് വന്നു എന്നാണ് അയാൾ തന്നെ പറയുന്നത്. ഭൂട്ടാനിൽ നിന്ന് വന്നു. എങ്ങനെ വന്നു? ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയ. അതേ ഹമാസ് ഇന്ത്യക്കകത്തൂടെ തുരങ്കം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊച്ചിയിൽ ഇട്ടു കൊടുത്ത. അതേ അന്തർവാഹിനിയിൽ ചൈന കൊണ്ടുവന്ന് കൊച്ചിയിൽ പിന്നെ പോർട്ടിൽ ഇറക്കി കൊടുത്ത. എവനൊന്നും തെണ്ടിത്തരം പറയുന്നതിന് എനിക്ക് ഒരു മര്യാദ വേണ്ടേ? മനുഷ്യരല്ലേ? കേരളത്തിലുള്ള മനുഷ്യർക്ക് നിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നീയൊക്കെ എന്താണ് ഈ വന്നിരുന്ന് വിളമ്പുന്നതെന്ന്. സത്യസന്ധ, നീ എന്താണടാ സത്യസന്ധ? നിനക്ക് തന്തയുണ്ടാ? നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ എന്തിനാ പിന്നെ കോൺഫറൻസ് നിർത്തിയത്? ഈ പിന്നെ മീഡിയകളെടുത്ത് നീ അവിടെ ചലച്ചോണ്ടിരിക്കുകയായിരുന്നല്ല, നീ പെട്ടെന്നൊരു ഫോൺ വന്ന് നിർത്തിയത്? ഞാൻ അത് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ്. അപ്പൊ നീ തന്തയ്ക്ക് പറഞ്ഞവനാ? നീ ആണത്തമുള്ളവനാ? നീ ആണല്ലോ ഇവിടെ ഈ ഷാജൻസ്കറിയ മറുനാടൻ മലയാളി പറയുകയാണല്ല, നീ ഭയങ്കര സത്യസന്ധനാണ്, ആരുടെയും മറ്റത് കേൾക്കൂല, ആരുടെയും നീ വിട്ടുകൊടുക്കൂല എന്നൊക്കെ പറയുന്നുണ്ടല്ല. എങ്കിൽ നീ എന്തിനാ അപ്പൊ നിർത്തി? ആ സംസാരം എന്തുകൊണ്ട് നീ നിർത്തി? അപ്പൊ നീ ചെറ്റത്തരം. നീ ആരുടെയെങ്കിലും പിന്നെ പിടിയാളായിട്ട് വന്ന ആർക്കെങ്കിലും വേണ്ടി നീ വിടുവേല ചെയ്യാണ്. നീ ഇതിന് വരും വല്ലവന്റെയൊക്കെ വീട്ടിൽ ജോലിക്ക് പോടാ, തെണ്ടിത്തരത്തിന് പോകും, അല്ലെങ്കിൽ കൂട്ടിക്കൊടുക്കാൻ പോകും. നിനക്കെന്ന് തന്തയ്ക്ക് പറഞ്ഞ തന്തയ്ക്ക് പറഞ്ഞവനായിരുന്നുവെങ്കിൽ, നീ ആണായിരുന്നുവെങ്കിൽ, നീ ആ പിന്നെ പത്രസമ്മേളനം നിർത്തരുത്. ആ മീഡിയ എടുത്ത് നീ പറഞ്ഞുകൊണ്ടിരുന്ന, സംസാരിച്ചുകൊണ്ടിരുന്ന, നീ വിശദീകരിച്ചുകൊണ്ടിരുന്ന ആ കാരനെ നീ നിർത്തരുത്. പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നപ്പോ സർ സർ സർ, നീ എന്തിനാ മൂത്രം ഒഴിച്ചു പോയാ? നീ ഇത്രയും വൃത്തികെട്ട ഒരു ജന്തുവാണെന്ന് പിന്നെ എങ്കിൽ അവനെ കൊണ്ട് പറയിക്കണം, മറുനാടനെ കൊണ്ട്. അപ്പൊ അത് പറയാനുള്ള തൻ്റെ ഇടം പോലും അവനൊന്നുമില്ല. അപ്പോ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ്. ഈ ഭൂട്ടാനിൽ നിന്ന് കാറ് വന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? എങ്ങനെ കാർ ഇന്ത്യയിലേക്ക് കടത്തി? അപ്പൊ ഇതുപോലെയാണ് കാശ്മീരിലായിരുന്നാലും ചൈനയിൽ നിന്നായിരുന്നാലും ആള് കയറുന്നത്, ഭീകരന്മാരായിരുന്നാലും അവർ നുഴഞ്ഞു കയറിയായിരുന്നാലും ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താണ് മോഡിയും കൂട്ടരും? എന്ത് ഉറക്കത്തിലാണ്? ഇവിടെ എന്തിനാണ് പട്ടാളത്തിന് ശമ്പളം കൊടുക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് പിന്നെ കരസൈന്യം നമുക്കുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, മറ്റത് ചെയ്യും, മറിച്ച് ചെയ്യുമെന്ന് വീമ്പിളക്കിയാൽ മാത്രം പോരാ, നമ്മളത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. ഇന്ത്യക്കകത്ത് ഏത് തെണ്ടിക്കും വന്ന് ഏത് വണ്ടിയും കൊണ്ടുവന്ന് കയറാമെന്ന് ആണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നില്ലേ? അതായത് ഇന്ത്യയെ ഒറ്റ കൊടുക്കുന്നതും ഇന്ത്യയെ വിൽക്കുന്നതും ഇന്ത്യയിൽ കുഴപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ ഈ സംഘപരിവാറുകാരാണ്. ആവശ്യത്തിന് അവര് പിന്നെ ശത്രുക്കൾ, അതായത് നമ്മള് ഏറ്റുമുട്ടേണ്ടവരാ, അവർ ഏറ്റുമുട്ടാൻ വേണ്ടി പിന്നെ വിട്ടുകൊടുത്തിട്ട് പിന്നീട് വന്നിട്ട് ശരി നിന്നെ കെട്ടുക. ദുൽഖർ സൽമാന്റെ വീട്ടിൽ കാറിരിക്കുന്നത് അത് കള്ളക്കടത്തി കൊണ്ടുവന്നാണ്, അതിൽ കഞ്ചാവ് കടത്തിയിട്ടുണ്ട്, അതിൽ സ്വർണം കടത്തിയിട്ടുണ്ട്. തെണ്ടിത്തരമൊക്കെ പറയുന്നതിന് ഒരു മര്യാദയുണ്ട്.
അതായത് കേരളത്തിലെ ജനങ്ങളുടെ നടക്കില്ല. 1000-ഓളം കാറുകൾ ഇന്ത്യയിലേക്ക് കടത്തി ഭൂട്ടാൻ വഴി. അപ്പൊ ഈ ബോർഡറൊക്കെ വെറുതെ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ആരെയാണ് ഇനി കുറ്റം പറയാനുള്ളത്? ആരെയാണ് കുറ്റം പറയാനുള്ളത്? ആരെ കുറ്റം പറയണം? ഈ മോഡിക്കൊക്കെ എന്താണ് ജോലി? കുറഞ്ഞ് വേറെ ഈ പട്ടാളത്തിന് നിങ്ങൾ മതിയാക്കി, പട്ടാളത്തിനെ പിരിച്ചുവിടി, സംഘപരിവാരം കൊണ്ടുവന്ന് നിർത്തി, അവന്മാര് കാശ് വാങ്ങിച്ച് അവന്മാരെങ്കിലും പിന്നെ ജീവിച്ചോട്ട്. അപ്പൊ ഇന്ത്യയെ എങ്ങനെ വിലക്കെടുക്കാന്ന? ഇന്ത്യയിൽ എന്ത് വിപ്ലവവും കുഴപ്പവും ഭീകരപ്രവർത്തനം നടത്താന്ന? അപ്പൊ ഈ ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഈ സംഘപരിവാരക്കാർ തന്നെയാണ്. സംഘികളും കൃസംഘികളും വെച്ചാൽ എന്ത് കുഴപ്പം ഇവിടെ നടത്താം എന്നാണ്. പിന്നെ അങ്ങനെ ഒരു പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനെ ആർക്കെങ്കിലും എതിർക്കാൻ കഴിയും. എന്തായാലും ശരി. അപ്പോ ഇപ്പൊ ദുൽഖർ സൽമാൻ കൊണ്ടുപോയി കേസ് കൊടുക്കുക ഹൈക്കോടതി കേസ് കൊടുത്തിരിക്കുകയാണ്. എന്നെ ജനമധ്യത്തില് അധിക്ഷേപിക്കാനും എന്നെ ദേശദ്രോഹിയാക്കാനും ഞാൻ കള്ളക്കടത്തുകാരനാക്കാനും എന്ന് ഈ കസ്റ്റംസിന്റെ അവന് എന്ത് കാര്യമാണ് അതിന് പത്രസമ്മേളനം വിളിച്ച് അവൻ ഓരോരുത്തരെ കുറ്റം പറയാൻ? അപ്പൊ ഈ ഫസ്റ്റ് ഓണർ എവിടെ? സെക്കൻഡ് ഓണർ എവിടെ? അതെന്ത് മിണ്ടാത്തത്? അത് മാത്രമോ 1000 കാറ് പിന്നെ ഭൂട്ടാൻ വഴി കടത്തിയതിൽ 100 കാറാണ് കേരളത്തിൽ വന്നത്. ബാക്കി 900 കാർ അവിടെ പോയി. അന്വേഷിക്കാത്തത്? കേരളത്തിൽ മാത്രം വന്ന് ഈ പൃഥ്വിരാജിന്റെയും പിന്നെ ദുൽഖറിന്റെയും പിന്നെ വേറൊരുത്തന്റെയും വീട്ടിൽ വന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നതിന്? അപ്പൊ നിങ്ങൾ അറിയാത്തതുകൊണ്ടാ? ഇത്രയും നാൾ നിങ്ങളെ ഉറക്കത്തിലായിരുന്ന ഈ കേരളത്തിൽ വന്ന കാറുകളൊന്നും നിങ്ങൾ കാണുന്നില്ല, അറിയുന്നില്ല. അവരെന്ന് പറഞ്ഞ പിള്ളേര് 2 പിള്ളേരാണ്, പിന്നെ സിനിമാ നടന്മാരാണ്. കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന 2 സിനിമാ നടന്മാരാണ്. പിള്ളേരാകുമ്പോൾ പിള്ളേർക്ക് പല ഹോബികളുണ്ടാവും. അവര് പെണ്ണുങ്ങളെ പിറക്കുകയും മദ്യം കുടിക്കാനും ഒന്നും പോകുന്നില്ലല്ലോ. അവർക്ക് കാർ കളക്ഷനാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. യൂസഫ് അലിയുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കാറുകളുടെ പിന്നെ അവർക്ക് ഓരോരുത്തർക്ക് അങ്ങനെയാണ് പിന്നെ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഹോബി അതാണ്. കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും ഒന്നും അവർ പോകുന്നില്ലല്ലോ. അവരുടെ ഹോബി എന്ന് പറയുന്നത് കാർ കളക്ഷനാണ്. ചിലർ കോയിൻ കളക്ഷൻ ചെയ്യും, ചില ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും നോട്ടുകൾ കളക്ട് ചെയ്യും, ചിലർ സ്റ്റാമ്പ് കളക്ട് ചെയ്യും. കുട്ടിയായിരിക്കുമ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട്. കോയിനുകളും സ്റ്റാമ്പുകളും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ കൊണ്ട് അതിനെ ഒക്കെയുള്ളൂ. ഇന്ന് അവർ കാശുകാരായതുകൊണ്ട് അവർ കാറ് കളക്ട് ചെയ്യുന്നു. അതിനൊക്കെ നിനക്കൊക്കെ ഈ അസൂയപ്പെട്ടിട്ട് കാര്യം എന്താണ്? അവരെന്ന് പറയുന്നത് വെറും തമാശ കളിച്ചെന്നാ നീയൊക്കെ വിചാരിക്കുന്ന? അവരൊന്നും ഒന്നും അന്വേഷിക്കാതെയാണ് കാറ് വാങ്ങിക്കുന്നത്. അവർക്ക് ഇതിന്റെ ആവശ്യമെന്ത്? ഗവൺമെന്റിനെ വെട്ടിക്കേണ്ടേ? കള്ളക്കടത്ത് നടക്കേണ്ട കാര്യം എന്ത്? അവർക്കൊക്കെ കോടികൾ കുന്നുകൂടെയാണ്. അവർക്ക് അതിന് കണക്കും കഴക്കും ഇവിടെ നികുതിയൊക്കെ കൊടുത്താണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അവർക്ക് ഇഷ്ടമെന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ കാറ് വാങ്ങിച്ച് വീട്ടിനകത്ത് സൂക്ഷിക്കും. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആണ് അവർക്ക്. അപ്പൊ അതിന് നീയൊക്കെ അസൂയപ്പെട്ടിട്ട് കാര്യം എന്താണ്? എന്തായാലും ശരി, മറുനാടൻ പിന്നെ ഷാജിന്റെ അടുത്ത് എനിക്ക് പറയാനുണ്ട്, നീ ഈ വർഗീയ വേദചരിപ്പും, അതായത് ഇവിടെ പറയുന്നെന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ അജണ്ട എന്ന് പറയുന്ന മുസ്ലിങ്ങളെ കൊല്ലുക, ഹിന്ദുക്കളെ പിന്നെ എന്താണ് സവർണ ഹിന്ദുക്കൾ വളരട്ടെ, ആദ്യം ഹിന്ദു ആദ്യം ക്രിസ്ത്യാനി, 2 മുസ്ലിം, 3-മതാണ് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പാവപ്പെട്ട ഹരിജനങ്ങളായ ഹിന്ദുക്കളാണ്. പിന്നോക്ക പട്ടികവർഗ പട്ടികജാതി അങ്ങനെയുള്ള ഹിന്ദുക്കളെ അവർ കൊല്ലും. എന്നിട്ട് അവർ സവർണ ഹിന്ദുക്കൾ മാത്രം ഇവിടെ ജീവിക്കാമെന്നാണ് അവർ കണക്കാക്കുന്നത്. അതിന് ഇപ്പൊ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്ന മുസ്ലിങ്ങളെയാണ്. അതേസമയം കേരളം വിട്ടും അങ്ങോട്ട് പോയാൽ വടക്കേ ഇന്ത്യയിലോട്ട് ക്രിസ്ത്യാനികളെയാണ് ആദ്യം കൊല്ലുന്നത്. അവരെ ഏത് രീതിയിലും കൊല്ലും. അപ്പൊ നീയൊക്കെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അല്ലാതെ ഈ സംഘപരിവാറിന്റെ പിന്നെ മൂട് താങ്ങികളായി അവന്റെയൊക്കെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് അവന്റെയൊക്കെ അമേദ്യം ഭക്ഷിച്ച് നീ ഒന്നും നടക്കരുത്. അങ്ങനെ നടന്നിട്ട് നീയൊക്കെ എന്തെങ്കിലും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അതൊക്കെ നൈമിഷികമാണ്. ഒരു നിമിഷ നേരത്തേക്ക് പോലും ഇതൊന്നും നിനക്കൊന്നും ഉപകരിക്കില്ല. അന്തസ്സോടെ അഭിമാനത്തോടെ തൻ്റെ ഇടത്തോടെ പിന്നെ മീഡിയ പ്രവർത്തനം ചാനൽ പ്രവർത്തനം നടത്താൻ നീയൊക്കെ പഠിക്കണം. ഇവരെ മൂട് താങ്ങി നടന്ന് അവരിൽ നിന്ന് എന്തെങ്കിലും ഉച്ചിഷ്ടം കിട്ടി അങ്ങനെ ഭക്ഷിച്ച് ജീവിക്കുക. അമേന്ത്യം ഭക്ഷിക്കുന്നതിന് പകരം പോയി ആത്മഹത്യ ചെയ്തൂടെ നിനക്കല്ല? ഈ റിജു എന്ന് പറയുന്ന തന്തയില്ലാത്തവന് അവന് തന്തയുണ്ടാ തള്ളയുണ്ടാ, അവൻ കൂട്ടിക്കൊടുക്കുകാരനാണ്. അവൻ ഇപ്പൊ ഈ സംഘപരിവാറിന് വേണ്ടി കൂട്ടിക്കൊടുത്തെന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ എവിടെയൊന്നും വിചാരിക്കുന്നുണ്ട് ആ റിജു? നിന്റെ ആ നക്ഷത്രവും അതും ഇതുമെല്ലാം പിടിച്ചു വാങ്ങിച്ച് നീ ഒരു കോട്ടും ഇട്ട് വന്നിരുന്ന് എന്തെങ്കിലും തെമ്മാടിത്തരം പറഞ്ഞെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്ന? നീ ആദ്യം പോയി ഈ വണ്ടി വന്ന വഴി എങ്ങനെയാന്ന് നോക്ക്. അതിനെ പോയി പിടി. ആ ഫസ്റ്റ് ഓണർ ആദ്യം പിടിക്കുക. അതിനുശേഷം പിന്നെ നിയമപരമായി രജിസ്റ്റർ ചെയ്ത മോട്ടോർ വാഹന വകുപ്പിന് നികുതി അടച്ച് വീട്ടിലിട്ടിരിക്കുന്ന വണ്ടിയെ നീ വന്ന് പിടിക്കുന്നതിന്. അല്ലെങ്കിൽ തന്നെ നീ ഈ കൊണ്ടുവന്ന് മീഡിയകളെ എല്ലാം കൂടെ കൊണ്ടുവന്ന് കയറ്റി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് നിനക്ക് നീ തന്തയ്ക്ക് പറഞ്ഞവനാണ് നീ അത് കാണിക്കും. നിനക്ക് വേണമെങ്കിൽ ദുൽഖർ സൽമാനെ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ പേരിൽ വണ്ടി രജിസ്റ്റർ ചെയ്തെന്ന് നിനക്കറിയാമല്ലോ. ഇവിടെ രേഖകളുണ്ടല്ലോ, വിളിച്ചു പറഞ്ഞാൽ പോലെ. ഒന്ന് ഫോൺ കോൾ മതിയല്ല, നിങ്ങൾ അതിന്റെ ഡോക്യുമെന്റ്സ് ആയിട്ട് വരണം. എന്നിട്ട് ഡോക്യുമെന്റ്സ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാമല്ലോ.
നീ ഈ വീഡിയോയുടെ വന്നിരുന്ന ആളാവുന്ന എന്തെന്നാണ്? നീ ആരെ കേൾപ്പിക്കാനാണ്? ആരെയാണ് നിനക്ക് തൃപ്തിപ്പെടുത്താനുള്ളത്? ഇവിടെ തന്തയ്ക്ക് ജനിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കും, ആരുടെയെങ്കിലും പിണിയാടായിട്ട് നടക്കും. നിന്റെയൊക്കെ അവസാനം എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടും. ഇവിടെ ഒരു പിന്നെ സംഘപരിവാർ അല്ലാതെ ഒരു ഗവൺമെന്റ് വന്നാൽ നിന്നെ അടിച്ച് നിന്റെ കൈയും കാലും ഓടിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്, നീ സൂക്ഷിച്ചോ. ഓക്കെ, ഈ കൂടുതൽ പറഞ്ഞ് വെറുതെയെങ്കിലും, അതായത് മനുഷ്യർക്ക് രോഷം ഉണ്ടാവില്ലേ? മനുഷ്യന്ത് പിന്നെ പിന്നെ ആഹാരം കഴിക്കുന്നതല്ലേ, അവന്റെ ശരീരത്തിൽ കൊടുക്കുന്ന രക്തമല്ലേ? നീ ആളിനെ വന്നിരുന്ന് ആക്ഷേപിക്കുക, പുതിയനെ വന്നിട്ട് താറടിച്ച് കാണിക്കുക, ദേശദ്രോഹിയാണെന്ന് പറയുക. എടാ, നീയും നിന്റെ പിതാക്കന്മാരുമാണ് ദേശദ്രോഹികള്. ഇംഗ്ലീഷുകാർക്ക് പണ്ട് ഒറ്റുകൊടുത്തവന്മാരാണ് ഇന്ത്യയെ. നീയെല്ലാം കൂട്ടിക്കൊടുപ്പുകാരാണ്. അതിൽ പിന്നെ ഇവിടെ ആളുകൾക്ക് അറിയാം, സംഘപരിവാർ എന്ന് പറഞ്ഞ ചെരുപ്പ് നക്കികളാണ്, മാപ്പപേക്ഷ എഴുതി കൊടുത്തവനാണ്, ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തില് പോരാടി ജീവൻ ബലിയർപ്പിച്ച ഇവിടെയുള്ള മതേതര വിശ്വാസികളായ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എത്രയോ പേരുടെ ജീവനാണ് ബലി കൊടുത്തത്. അതൊന്ന് നീ പഠിക്കണം, ചരിത്രം പഠിക്കണം. അപ്പൊ നീയൊക്കെ കൂട്ടിക്കൊടുക്കുവാറായി ഇംഗ്ലണ്ടിൽ പോയതിന്റെ മറ്റിടത്ത് പോയി പിന്നെ അവന്മാരെ സേവ ചെയ്ത് അവന്മാരെ നിന്നൊക്കെ കുറെയൊക്കെ നീയൊക്കെ ഉണ്ടാക്കി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുറെ കാശും കുറെ ഭൂമിയൊക്കെ നിനക്കൊക്കെ പതിച്ചു തന്നിട്ടുണ്ട്. അല്ലാത്തതൊക്കെ നീയൊക്കെ കയറി വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ കാലാകാലങ്ങളിൽ നിന്ന് വരുന്ന ഗവൺമെന്റുകൾ നിങ്ങൾക്ക് പിന്നെ അത് നിയമമാക്കി തരുന്നുണ്ട്, അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കി തരുന്നുണ്ട്. അപ്പൊ നീയൊക്കെ എന്ത് ചെറ്റത്തരം കാണിക്കുക? ആ ചെറ്റത്തരം ഇനി ഇവിടെ കേരളത്തിൽ നടക്കില്ല. ഇവിടെയുള്ള സംഖ്യക്കെല്ലാം അറിയാം നിന്റെയൊക്കെ രീതി എന്താണെന്ന്. പക്ഷെ സംഖ്യകൾക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായിട്ട് ഒരുപാട് പ്രാവശ്യം അവര് പിന്നെ ഒന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ മുസ്ലിങ്ങൾക്ക് അറിയാം ഇവരെന്ത് രീതിക്കാരാണ്. ഈ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം മാത്രമല്ല നോക്കുന്നത്, അവരെല്ലാവരുടെ കാര്യം നോക്കും. അവർ ക്രിസ്ത്യാനികളെ നോക്കും, ഹിന്ദുക്കളെ നോക്കും, മുസ്ലിങ്ങളെ നോക്കും, നാട്ടിലുള്ള പാവപ്പെട്ടവ ദരിദ്ര ഹിന്ദുക്കളെ നോക്കും. അവരുടെ എല്ലാവരുടെയും അവകാശത്തിന് വേണ്ടി മുസ്ലിങ്ങൾ പോരാടും. അതിനൊന്നും ഒരുത്തിന്റെയും പിന്നെ സപ്പോർട്ടൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ പറയാണ്, അതിന്റെ ഒരു ആവശ്യമില്ല. നീയൊക്കെ മരണം എന്ന് പറഞ്ഞാൽ എന്നായാലും ഒരു മനുഷ്യൻ മരിച്ചാലേ ഉള്ളൂ. കാലാകാലം ജീവിച്ചിരിക്കുന്ന ഒരുത്തനുമില്ല. അപ്പൊ മരിക്കുന്നത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, കറക്റ്റിന് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ദിവസം ഇന്ന രീതിയിൽ ഇന്ന സമയത്ത് മരിക്കും എന്നുള്ളത്. അപ്പൊ അതിനൊന്നും മാറ്റം വരുത്താനൊക്കെ ഇല്ല. നീയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്ത തണ്ടിയിലാണ്. തന്ത ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത ഇങ്ങനെ ഈ വന്നിരുന്ന് ഓരോ പിന്നെ എന്തെങ്കിലും ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ വേണ്ടി നീയൊക്കെ ഈ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഈ തെമ്മാടിത്തരം ഉണ്ടല്ലോ, ഇതൊന്നും കൂടുതൽ വിലപ്പോവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിനക്കൊക്കെ ഇനിയും തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി പത്രസമ്മേളനം വിളിച്ച് നീ മാപ്പ് പറയണം. അതല്ലാതെ യാതൊരു നിനക്കൊരിതുമില്ല. നിന്റെ കാര്യം ഫോക്കസാണ്. ഈ സംഘപരിവാർ ഇരിക്കുമ്പോഴത്തേക്ക് നീ ഇത് കാണിക്കും. നീ ഒരുപാട് പിന്നെ അല്ലാതെ സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. പിന്നെ വളഞ്ഞ വഴിയിലൂടെ നീ വലിയ സത്യസന്ധനൊന്നും ആവണ്ട. നിന്റെ പേരിലും അന്വേഷണം വരും. വേണമെങ്കിൽ പിണറായി വിചാരിച്ചാൽ നിന്നെ ഇന്ന് തന്നെ വേണമെങ്കിൽ നിന്റെ വീട്ടിൽ കയറി അന്വേഷിക്കാൻ വേറെ വകുപ്പുകളുണ്ട്. അപ്പോ അതൊന്നും പിന്നെ പിണറായി കാണിക്കില്ല. കാര്യം പിണറായി എന്ന് പറയുന്നത് പിന്നെ സംഘപരിവാറുമായിട്ട് ഒരു രഹസ്യ പിന്നെ ഉടമ്പടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്യില്ല. എന്തായാലും ശരി, ഈ വർഗീയതയും അല്ലാത്തതും കമ്മ്യൂണിസത്തിന് എതിരും എന്നും പറഞ്ഞ് അല്ലാതെ ഈ ക്രിസ്ത്യൻ ആയിരുന്നാലും ശരി, മുസ്ലിം ആയിരുന്നാലും ശരി, ഹിന്ദു ആയിരുന്നാലും ശരി, ആരായാലും ശരി, പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്. ചെറുപ്പക്കാർ സടകുടഞ്ഞണയിക്കണം. ഇങ്ങനെയുള്ള വൃത്തികൾക്കെതിരെ നമ്മൾ പടവരുതണം. യവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. യവനെ അയക്കുന്നവർക്കെതിരെ പടവരുതാൻ പാടില്ല. ബംഗ്ലാദേശിലും പിന്നെ നേപ്പാളിലും ഒക്കെ നമ്മൾ കണ്ടതാണ്, ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പൊ ലഡാക്കില് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അവര് ലഡാക്കിലുള്ളവരെ ഞങ്ങളങ്ങ് വെടിവെച്ച് വന്നു പ്രശ്നം തീരുമോ? വെടിവെച്ച് വന്നാൽ പ്രശ്നം തീരുമോ? അപ്പൊ നാട്ടിൽ തീവ്രവാദമായിരുന്നാലും അല്ലാത്ത അതെല്ലാം ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ചെറ്റത്തരത്തിന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ കൂട്ടുനിൽക്കരുത്. ഇതിനെതിരെ ശക്തമായി പടപെടുത്തണം. ജനങ്ങളെല്ലാം ഒന്നിക്കണം. ഇവിടെ യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും ശരി, DYF ആയിരുന്നാലും ശരി, നിങ്ങൾ ഒന്നിച്ച് സമരം ചെയ്യണം, ഒന്നിച്ച് റോഡിൽ ഇറങ്ങണം. ഈ സംഘപരിവാർ എന്ന് പറയുന്നത് നമ്മുടെ ആപത്താണ്. അവന്മാർ രാജ്യദ്രോഹികളാണ്, ദേശദ്രോഹികളാണ്. അവന്മാർക്കെതിരെ പടപെടുത്തണം. എങ്കിലേ നമ്മുടെ ഇന്ത്യയും നമ്മുടെ ഭാരതവും ഒക്കെ നിലനിൽക്കുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഈ കേരളത്തിലെ ആദർശനിഷ്ഠരായ പിന്നെ മതേതരവാദികളായ യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊന്നും കണ്ടില്ല എന്നടിച്ച് വീട്ടിൽ കുത്തിയിരുന്നത്. നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ ഒന്നും അല്ലെങ്കിൽ പ്രതികരിക്കുകയെങ്കിലും വേണം. മീഡിയ വഴി പ്രതികരിക്കണം. ഈ ചെറ്റത്തരത്തിന് നിങ്ങൾ എതിരായിട്ട് നിങ്ങൾ പ്രസ്താവനകൾ ഇറക്കണം, പ്രകടനം നടത്തണം. മനുഷ്യചങ്ങലയൊക്കെ പണ്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പൊ എന്താ അങ്ങനെയുള്ള മനുഷ്യചങ്ങല? എവന്റെയൊക്കെ വീട് പോയി വളയണം. ഇങ്ങനെയുള്ള തെണ്ടികളെ വീട് പോയി വളഞ്ഞ് അവനെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറക്കാൻ വിടരുത്.
അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ അവനൊക്കെ പഠിക്കുള്ളൂ. ജനങ്ങൾ ബോധവാന്മാരാണെന്നുള്ള ഒരു ബോധം ഈ തെണ്ടിയെ കൊണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്കെല്ലാവരും നമസ്കാരം. നിങ്ങൾക്കെല്ലാവരും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.